إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. കഴിഞ്ഞ ആ അധ്യായം സൂറ മുഅ്മിനൂൻ അവസാനിച്ചതിന് ശേഷം അതിന്റെ അടുത്ത അധ്യായമായ സൂറ അന്നൂറിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. സൂറത്തുൻ ഒരധ്യായമാണ്. അൻസൽനാഹാ അതിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. വഫറദ്നാ അതിനെ നാം നിയമമാക്കിയിരിക്കുന്നു. വഅൻസൽനാ ഫീഹാ അതിൽ നാം അവതരിപ്പിച്ചിരിക്കുകയാണ്. ആയാത്തിൻ ബയ്യിനാത്തിൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ പലതും ആ സൂറത്തിലുണ്ട്. ലഅല്ലക്കും നിങ്ങളായേക്കാം തദക്കറൂൻ ഓർക്കുന്നവരായേക്കാം. വിചാരവുമായി ബന്ധപ്പെട്ടുള്ള പല നിയമനിർദ്ദേശങ്ങളും ഈ സൂറത്തിലുണ്ട്. അതല്ലാത്ത വ്യക്തിപരമായ സാമൂഹികപരമായ കടമകൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല നിയമവശങ്ങളും ഈ സൂറത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും ഈ സൂറത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇതൊരു സൂറയാണ്, ഇതൊരു അധ്യായമാണ്. അൻസൽനാഹ അതിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നത്. വഫറദ്നാഹ ആ സൂറത്തിൽ നാം നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ അതിലുണ്ട്. ആ നിയമങ്ങളൊക്കെയും നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ടാണ് നാം എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഖുർആൻ പഠിച്ചു മനസ്സിലാക്കണം. അതല്ലാതെ ഏതെങ്കിലും വ്യക്തികളെയോ സംഘത്തിന്റെയോ നിയമത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല. കാരണം അതൊക്കെയും വിശുദ്ധ ഖുർആനിനും ഹദീസുകളും വചനങ്ങൾക്കും അനുസൃതമായി വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം, അതാണ് ഇസ്ലാമിന്റെ ഉസൂൽ. നോക്കൂ നിങ്ങൾ, ആ സൂറത്തിൽ ആ അധ്യായത്തിൽ നാം അവതരിപ്പിച്ചിരിക്കുകയാണ് ആയാത്തിൻ ബയ്യിനാത്തിൻ വ്യക്തമായ പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും വചനങ്ങളും അതിലുണ്ട് എന്നാണല്ലോ പറയുന്നത്. എന്തിനാണ് ഇതൊക്കെയും? ലഅല്ലകും തദക്കറൂൻ നിങ്ങൾ ഓർക്കുന്നവരായേക്കാം, അതായത് നിങ്ങൾ ആലോചിക്കുന്നവരായേക്കാം. അങ്ങനെ ചിന്തിച്ചു മനസ്സിലാക്കി, ബുദ്ധി കൊടുത്തു മനസ്സിലാക്കി നിങ്ങൾ സന്മാർഗത്തിലേക്ക് കടന്നു വന്നു വരുന്നവരായേക്കാം. അങ്ങനെ സന്മാർഗത്തിൽ തന്നെ ഇസ്തിഖാമത്തോടുകൂടി ഇസ്ബാത്തോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് മുഅ്മിനായി മുസ്ലിമായി മരണപ്പെടണം എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.